ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, ലാമെന്റേഷൻസ് ചാപ്റ്റർ 3, അതിൻ്റെ 57, 58, 57 and 58. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എന്റെ വ്യവഹാരം നടത്തി. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. എന്നെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഈ രണ്ട് വാക്യങ്ങളിൽ ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്പിരിച്വൽ പ്രോസസ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ ദൈവം അടുത്ത് വന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. എന്നെ ബലം നൽകിയ ശേഷം, എൻ്റെ പ്രശ്നങ്ങൾ താൻ കരങ്ങളിൽ എടുത്ത ശേഷം എൻ്റെ ജീവനെ വീണ്ടെടുപ്പിലേക്ക് നയിച്ച കർത്താവിൻ്റെ പ്രവൃത്തി. സ്തോത്രം. അപ്പോൾ ഒരു സ്പിരിച്വൽ പ്രോസസ്സ് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ സ്പിരിച്വൽ പ്രോസസ്സിൽ 2 പേരാണ് ഭാഗമാകുന്നത്. ഒന്ന് ഞാനും, ഒന്ന് പിതാവാൻ ദൈവവും. സ്തോത്രം. എന്താണ് ആ സ്പിരിച്വൽ പ്രോസസ്സ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ, റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ, റോമൻസ് ചാപ്റ്റർ 7:24, എന്താണ് സ്പിരിച്വൽ പ്രോസസ്? മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? പ്രോസസ്സിന്റെ 1-ാം ഭാഗം, ഞാൻ തിരിച്ചറിയുന്നു ഞാൻ പ്രശ്നത്തിൽ ജീവിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രോസസ്സിന്റെ 1-ാം ഭാഗം ഇതാണ്. എൻ്റെ പ്രശ്നം ഞാൻ തിരിച്ചറിയുന്നു. ഞാനൊരു പ്രശ്നത്തിലായിരിക്കുന്നു, അല്ലെ അനേക പ്രശ്നങ്ങളിലായിരിക്കുന്നു. സ്തോത്രം. ഇതാണ് 1-ാമത്തെ പ്രോസസ്സിന്റെ 1-ാമത്തെ ഭാഗം. സ്തോത്രം. ഈ പ്രോസസ് 2-ാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, 2 Corinthians chapter 1:10, 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. 1-ാമത്തെ പ്രോസസ്സ്, ഞാനൊരു പ്രശ്നത്തിലായിരിക്കുന്നു. 2-ാമത്തെ ഭാഗം, പ്രശ്നത്തിലായിരിക്കുന്ന ഞാൻ വിശ്വാസത്തിലായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് എന്നെ, അല്ലല്ല ഇപ്പൊ വായിച്ചു, കൊരിന്ത്യർ വായിച്ചേ. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്നെ വിടുവിച്ചൊരു ദൈവം കൈനാളിൽ വിടുവിക്കുകയും ചെയ്യും. ഇന്നും വിടുവിക്കും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രശ്നത്തിൽ, 2 ഞാൻ വിശ്വാസത്തിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ സ്പിരിച്വൽ പ്രോസസ്സ് ആ ലൈൻ ബൈ ലൈൻ എടുക്കാമെങ്കിൽ ഇന്ന് വലിയൊരു ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. കാരണം ഓരോ ഘട്ടത്തിലും പിശാച് പോരാടിക്കൊണ്ടിരിക്കുക. നിന്റെ പ്രശ്നം നിനക്ക് മനസ്സിലാക്കി തരത്തില്ല. സ്തോത്രം. 2 അതിന്റെ വിശ്വാസം ചോർത്തിക്കളയും. സ്തോത്രം. എന്നാൽ ഇന്ന് പറയണം, ഞാൻ പ്രശ്നം തിരിച്ചറിയുന്നു. 2 പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. സ്തോത്രം. 3-ാമത് സങ്കീർത്തനം 34:6 വായിക്കാം. Psalms 34:6. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. എന്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ പ്രശ്നത്തിൽ 1-ാം ഭാഗം, 2-ാമത്തെ ഘട്ടം പ്രശ്നത്തിലായിരിക്കുന്ന ഞാൻ വിശ്വാസത്തിലായിരിക്കുന്നു. 3-ാമത് പറയുന്നു, പ്രശ്നത്തിലും വിശ്വാസത്തിലിരിക്കുന്ന ഞാൻ പ്രാർത്ഥനയിലായിരിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയത്തിലായിരിക്കുന്നു. സ്തോത്രം. ഞാൻ യഹോവയോട് നിലവിളിച്ചു, യഹോവ കേട്ടു, എന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ പ്രോസസ്സിലും പോരാട്ടമുണ്ട്. ഓർത്തോണം.
ആമേൻ, ആമേൻ. വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നീ പ്രാർത്ഥന ഇല്ലാതാക്കും, നിന്റെ ആരാധന ഇല്ലാതാകും. അവിടെ പറയുന്നു, ഇന്നലെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും എന്നുള്ളത് കൊണ്ട് ഏത് പ്രശ്നത്തിന് നടുവിലും ഞാൻ പ്രാർത്ഥനയിലായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ നാലാമത് നടക്കുന്നതാണ് മഹാ അത്ഭുതം എന്ന് പറയുന്ന സ്തോത്രം. അതാണ് സങ്കീർത്തനം 118 15 വാക്യം. സാംസ് 1:18-15. കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ വീണ്ടും ചേർത്ത് പിന്നെയും പറയാൻ പോകുക. അതിനറിയാമോ, ഈ ബാക്കി സന്ദേശം മുഴുവൻ മറന്നുപോയാലും ഇത് നിങ്ങളുടെ അകത്ത് കിടക്കണം. ഞാൻ പ്രശ്നത്തിൽ, ഞാൻ വിശ്വാസത്തിൽ, ഞാൻ പ്രാർത്ഥനയിൽ, 4 ദൈവം പ്രവൃത്തിയിൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ പറയുന്നു, ആമേൻ. ഞാൻ പ്രശ്നത്തിൽ, ഞാൻ വിശ്വാസത്തിൽ, ഞാൻ പ്രാർത്ഥനയിൽ, ദൈവം പ്രവൃത്തിയിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കൈ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഒടുവിലായി അവസാനത്തെ പ്രോസസ്. ആമേൻ. സങ്കീർത്തനം 71:21. സാം 71:23. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. നിലവിളിക്കേണ്ട ഞാൻ, തകർന്നു പോകേണ്ട ഞാൻ, നിരാശപ്പെടേണ്ട ഞാൻ, ഇപ്പോൾ ഞാൻ ആരാധനയിൽ. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ആരാധന? എന്നെ വീണ്ടെടുത്ത എന്റെ എന്നോട് വായിച്ചേ, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും, എന്റെ അധരം മാത്രമല്ല, നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും. എങ്ങനെയാണ് ആരാധന വെളിപ്പെടുന്നത്? പാട്ട് പാടുമ്പോൾ അധരത്തിൽ നിന്നല്ല ആരാധന വെളിപ്പെടുന്നത്. വീണ്ടെടുപ്പിന്റെ സത്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്തരാത്മാവിൽ ഉയരുന്ന സ്വർഗീയ അനുഭവമാണ് ആരാധന. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഭാവന കുട്ടിച്ചോറാകണം, നിന്റെ വീട് അന്ധകാരമാകണം, പ്രശ്നത്തിൽ നീ മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ പോരാടിയത്. പക്ഷെ ദൈവം പറഞ്ഞു, നീ പ്രശ്നത്തിലാ. സ്തോത്രം. എന്നിട്ട് ദൈവം മിണ്ടാതിരുന്നു. നിന്റെ വിശ്വാസത്തെ പരിശോധിച്ചപ്പോൾ ദൈവം സാക്ഷീകരിച്ചു, പ്രശ്നത്തിന് നടുവിലും എന്റെ മകൻ, എന്റെ മകൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. വിശ്വാസം നിലനിൽക്കുക മാത്രമല്ല, അവൾ എന്നിൽ മാത്രം ആശ്രയിക്കുന്നു. ആ ആശ്രയത്തിന് നടുവിൽ അവന്റെ കൈവീര്യം പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം തുടങ്ങുമ്പോഴേ നമ്മൾ ഓടിപ്പോകും. വിശ്വാസത്തിൽ കുറച്ച് പിടിച്ച് നോക്കിയാൽ അല്പം കഴിയുമ്പോൾ അവിശ്വാസം കയറി നമ്മൾ ഇല്ലാതാകും. ഇനി വിശ്വാസത്തിൽ പിടിച്ചു നിന്നാലും പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോകും. ഈ 3 ഘട്ടം തരണം ചെയ്യണം. അതുകൊണ്ട് പകൽ ദൈവ മക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, പ്രശ്നമുണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്ക്. സമയം താമസിച്ചു തോന്നിയാലും ദൈവത്തിന്റെ വലങ്കയുടെ പ്രവൃത്തി, നീയും കർത്താവ് ഒരുമിച്ച് ദൈവമേൻ ആരാധിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം, ദൈവത്തെ മഹത്വപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ പകൽക്കാലം കൃത്യമായി നീ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പണ്ടൊരു കഥ പറഞ്ഞു, ഒരു കഴുത കുഴിയിൽ വീണു. അതിന് തന്നെ കയറാൻ കഴിയുന്നില്ല. സ്തോത്രം. അപ്പോൾ ആൾക്കാര് സ്തോത്രം പല വിധത്തിൽ നോക്കി, പക്ഷെ കഴുതയ്ക്ക് കയറാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരാളൊരു ഐഡിയ പറഞ്ഞു, ആ കുഴിയിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു? മണ്ണ് വാരി ഇടാൻ പറഞ്ഞു. സ്തോത്രം. കഴുത നോക്കുമ്പോൾ ഇല്ലട വാരി മണ്ണിടുക, എന്നെ കുഴിച്ചു മൂടാനാണെന്ന് നോക്കി. പക്ഷേ ഈ മണ്ണിട്ടിട്ടിട്ട് കയറും തോറും കുഴിയുടെ ആ ഡെപ്ത് കുറയുന്നതനുസരിച്ച് കഴുത കയറി 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 അവസാനം മുകളിൽ ചാടി. ദൈവത്തിന് സ്തോത്രം. എന്ത് മനസ്സിലായി? ആമേൻ. നിനക്ക് വിരോധമായി വന്നതെല്ലാം നിന്റെ വിടുതലിന് കാരണമായി തീരാൻ പോവുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കിപ്പോ തോന്നും, എന്നെ മൂടാൻ പോവുകയാണോ, എന്റെ മേൽ നിന്ന് എറിയുകയാണോ, പരിഹാസമാണോ? ആമേൻ. സ്തോത്രം. ഇതെല്ലാം നീ ചിന്തിക്കും. പക്ഷേ അതിന്മേൽ ചവിട്ടി നീ വിജയത്തിന്റെ കൊടി പാറിക്കാൻ പോവുകയാ. സ്തോത്രം. ഒരു അടയാളം പോലെ പരിശുദ്ധാത്മ പറയുന്നു,
നിനക്ക് വിരോധമായി സംസാരിച്ച നാവുകൾ നിന്നോട് പ്രാർത്ഥന ചോദിക്കുന്ന ദിവസങ്ങൾ, ആമേ, പ്രാർത്ഥന റിക്വസ്റ്റ് പറയുന്ന ദിവസങ്ങൾ അധികം വിദൂരമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ വായിച്ചതിങ്ങനെയാണ്, കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു. എപ്പോഴാണ് വിളിച്ചപേക്ഷിച്ചത്? കഷ്ടത്തിലിരുന്ന് ഞാൻ വിശ്വാസം ഉറച്ച് ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണ്ട, ശാന്തമായിരിക്കാൻ. എന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത ദൈവം പറഞ്ഞു, എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏത് ചുവട് വെക്കുമ്പോഴും നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഞാനിതിൽ ജയിക്കുമോ, ജയകരമായി ഇത് അവസാനിക്കുമോ എന്ന് നമുക്ക് എപ്പോഴും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഭവനം വെക്കാൻ പോകണമെങ്കിൽ, ഒരു വാഹനം വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ തിരിക്കുമ്പോൾ ഇത് നന്മയായി തീരുമോ എന്ന് നമ്മൾ പരിശോധിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവൻ വീണ്ടെടുക്കപ്പെടുമോ? ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? എൻ്റെ ആദരവും എന്നെ വീണ്ടെടുത്ത പ്രാണനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ അനുഭവം എന്നിൽ ഉണ്ടാകുമോ എന്ന് ഇന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയില്ല. കാരണം ആമേൻ, അതിൻ്റെ അന്ത്യനിമിഷത്തിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുകയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ വിശ്വാസം ചോർത്തിക്കളയുന്ന, ആമേൻ സ്തോത്രം, നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ശക്തികൾ പോരാടി നിൽക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് പറയുന്നു, അന്നല്ല നീ അറിയാൻ പോകുന്നത്, ഇന്ന് ഞാൻ നിന്നെ അറിയിക്കാൻ പോവുകയാണ്. സ്തോത്രം. എങ്ങനെ ഇന്ന് അറിയാം? ചില അടയാളങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ജയത്തിന്റെ ഘോഷം നീ മുഴക്കാൻ പോവുകയാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ഉറപ്പ് തരാൻ പോവുക ദൈവം. നീ അവിശ്വസിക്കുന്ന ചില ഇടങ്ങളിൽ, നിന്റെ പ്രാർത്ഥന കുറയുന്ന ചില ഇടങ്ങളിൽ, നീ അറിയാതെ അകന്നു പോകുന്ന ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് അത് കണ്ടതുകൊണ്ട് ആമേൻ, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ മടക്കി വരുത്തുവാൻ നിനക്ക് ഇന്നൊരു ഉറപ്പ് ദൈവം തരാൻ പോവുകയാണ്. സ്തോത്രം. എന്താണ് അടയാളം? എന്താണ് ഉറപ്പ്? വായിക്കുക മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, മാത്യു 26:36-38. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് എന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 40-ാം വാക്യവും 43-ാം വാക്യവും വായിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് മൊമെന്റ് ആണ് നമ്മൾ വായിച്ചു കേട്ടത്. താൻ എടുക്കാൻ പോകുന്ന ചുവടുവെപ്പിന് മുമ്പ് തന്നോടൊപ്പം അപ്പം കഴിച്ചവരും, തന്നോടൊപ്പം രോഗസൗഖ്യം അനുഭവിച്ചവരും, തന്നോടൊപ്പം പെസഹ ആചരിച്ചവരും, തന്നോടൊപ്പം ജീവൻ വരെ വെച്ച് കളയുന്നവർ തീരുമാനമെടുത്തവരുമായ, താൻ വളരെയധികം സ്നേഹിക്കുന്ന അപ്പസ്തോലന്മാരെ ശിഷ്യന്മാരോടൊപ്പം താൻ യാത്ര ചെയ്ത് വരുമ്പോൾ, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കാഠിന്യമേറിയ അനുഭവത്തിൽ എത്തിച്ചേർന്നപ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥനയിൽ പോലും ഒരു മനുഷ്യനെ കാണുവാൻ ഇടവന്നില്ല. സ്തോത്രം. പ്രാർത്ഥനയിൽ പോലും ഒരു മനുഷ്യനെ കാണുവാൻ ഇടവന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്ക് തരാൻ പോകുന്ന ഒന്നാമത്തെ അടയാളം, നിന്റെ പ്രശ്നത്തിന് നടുവിൽ നിന്നെ ഒറ്റക്കിട്ട് കൊത്തി പറിക്കുന്നെങ്കിൽ ഓർത്തോണം, നീ വിടുതൽ പ്രാപിക്കാൻ പോകുക. സ്തോത്രം. ഇന്ന് പകൽ നീ സന്തോഷിച്ചോണം. എന്തുകൊണ്ട്? ആരുമില്ലാത്ത ഓർത്ത് എന്ത് ചെയ്തോണം? സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഞാൻ ഇനി ആ ഒരു മനുഷ്യനിലും ആശ്രയിക്കില്ല എന്നൊരു തീരുമാനമെടുക്കും. രണ്ട്, ഞാൻ ഇനി ദൈവത്തിൽ മാത്രം ആശ്രയിക്കും തീരുമാനമെടുക്കും. പ്രാർത്ഥനയിൽ പോലും ഒരു വ്യക്തിയെ നിനക്ക് ലഭിക്കുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 118:8-9 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ
മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. സങ്കീർത്തനക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞതാ. പക്ഷേ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിൽ മനുഷ്യരിൽ ആശ്രയിക്കും. നമ്മൾ പ്രശ്ന നടുവിൽ മനുഷ്യരുടെ വാക്കുകൾ തേടും. സ്തോത്രം. ഇവിടെ പറയുന്നു യഹോവയിൽ നീ ആശ്രയിക്കുക. സ്തോത്രം, സ്തോത്രം. ഇയ്യോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ വലിയ ധനവാനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും ധനവാനായിരുന്നു. അവൻ എത്ര ആടുകളും ഒട്ടകങ്ങളും വാഹനങ്ങളും പുത്രന്മാരും, വലിയ യഹോഭക്തനും വിശുദ്ധനും നിഷ്കളങ്കനും, ആമേൻ, ആത്മീയ ഭൗതിക സമ്പന്നതയിൽ അവനെപ്പോലെ ദേശത്ത് നല്ല സാക്ഷ്യമുള്ള ഒരുവനില്ലായിരുന്നു. സ്തോത്രം. അത്രത്തോളം സൊസൈറ്റിയിൽ നല്ലൊരു പേരുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ ഇയ്യോബ് പറഞ്ഞൊരു വാക്കുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13 മുതൽ അത് വായിച്ചാൽ, ജോബ് ചാപ്റ്റർ 19, 13-15. അവർ എന്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. നോക്കി, ഇവിടെ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ എന്നിൽ എന്ത് ചെയ്തു? അകറ്റിക്കളഞ്ഞു. സഹോദരന്മാരകന്നു. എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എത്ര കൂട്ടുകാരായിരുന്നു! പൈസ ഉള്ളപ്പോൾ ഇഷ്ടം പോലായിരുന്നു. എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. ഒരു നാട്ടിലുള്ള ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട പറയുകയാണ്, തനിക്കിങ്ങനെ ഈ പലിശയൊക്കെ പൈസ കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര പൈസ കൊടുക്കുന്നു, പൈസ ഭയങ്കര. അപ്പോൾ പുള്ളിയുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ കോഫി ഹൗസാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പലിശക്കാരെല്ലാം കുറച്ച് കളഞ്ഞപ്പോൾ പൈസ എല്ലാം അടിച്ചുകൊണ്ട് പോയി. ഒരു ഗതി പരഗതി ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് അവൻ ഇരുന്ന് ഇപ്പോൾ ഒരു വിധത്തിൽ തിരിച്ച് ജസ്റ്റ് ജീവിക്കാനുള്ള പരുവത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നോട് പറയുകയായിരുന്നു, അന്ന് പോയി അതേ കോഫി ഹൗസിലാണ് ഇന്നും പോയി പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ വെയിറ്റർ പറഞ്ഞു, അന്ന് പൈസ ഉള്ളപ്പോൾ ജസ്റ്റിനോട് വന്നിരിക്കുമ്പോൾ 24-25 പേര് ഈ ടേബിൾ ചുറ്റും ഉണ്ടായിരുന്നു. സ്തോത്രം. പൈസയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ആരൊറ്റയ്ക്ക് വന്ന് എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് വരുന്നു, ഒരു കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഒരു ദിവസമൊക്കെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസമൊക്കെ 1000-1200 രൂപ അവിടെ കടം പറഞ്ഞിട്ടാണ് വരുന്നത്. പറഞ്ഞാൽ പിന്നെ അന്ന് വൈകുന്നേരം കൊടുക്കും. അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു. എല്ലാ പൈസ നഷ്ടപ്പെട്ടപ്പോൾ ഒരുത്തനെ പോലും കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. യോബ് പറയുകയാണ്, എൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ എന്ത് ചെയ്തു? അകറ്റി. അടുത്ത വാക്യം, എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എന്റെ ബന്ധുജനം എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറി. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എന്റെ ഉറ്റ സ്നേഹിതൻ എന്നെ മറന്നു കളഞ്ഞു. സ്തോത്രം. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. എന്റെ വീട്ടിൽ ജോലിക്ക് വന്നവര് പോലും എന്നെ എന്ത് ചെയ്തു? അന്യനായി എണ്ണുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. എന്നെ ഇതുവരെ കാണാത്തവരെ പോലെ, പരിചയമില്ലാത്തവരെ പോലെ, ആമേൻ, ഞാൻ സ്നേഹിക്കുമെന്ന് കരുതിയവരെല്ലാം എന്നെ വിട്ടു ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിന്റെ നിമിഷങ്ങൾ വരേണ്ട ഈ പകൽക്കാലം നമ്മൾ സന്തോഷിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഓടിപ്പോയത് കൊണ്ട് നിനക്കൊരു കാര്യം ഉറപ്പിക്കാം, എല്ലാവരും ഓടിപ്പോയത് കൊണ്ട് അതിൻ്റെ അർത്ഥം അവർക്കാർക്കും നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല. രണ്ടാമത്തെ അർത്ഥം, നിന്റെ ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. നിന്റെ ദൈവത്തിന് മാത്രമേ അത് കഴിയുള്ളെങ്കിൽ എൻ്റെ ദൈവം ഓടിപ്പോകുകയില്ല, നിനക്ക് വേണ്ടി അത് ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ അടയാളം എന്താണ്? നിനക്ക് വിരോധമായി സംസാരങ്ങൾ, നിന്നെ ഒറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ, നിന്നെ അകറ്റിക്കളയുന്ന വാക്കുകൾ. ഇന്നലെ വരെയും നിന്റെ നന്മയെ അനുഭവിച്ചവർ, ഇന്നലെ വരെയും നിന്നെ സ്നേഹിച്ചവർ, ഇന്നലെ വരെയും നിന്റെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടവർ, ഇന്ന് അവരെല്ലാം നിന്നെ ഒരു പരദേശിയെ പോലെ എണ്ണുകയാ. സ്തോത്രം. അറിയാത്തവരെ പോലെ എണ്ണുകയാണ് നിന്നെ. നീ ദുഃഖിച്ച് തല ഉരിക്കേണ്ട സമയം, നിലവിളിക്കേണ്ട സമയം, നീ തകർന്നു പോകേണ്ട സമയം. പക്ഷേ ഇന്ന് പകൽ ദൈവം പറയുന്നു, നിനക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. എല്ലാവരും നിന്നെ അകറ്റി കളഞ്ഞെങ്കിൽ, എല്ലാവരും നിനക്ക് വിരോധമായെങ്കിൽ, ഇന്ന് നിനക്കൊരു അടയാളം ഞാൻ തരികയാണ്. എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ വിടുവിക്കാൻ പോകുക. സ്തോത്രം. മത്തായി 26:56 വായിച്ചേ. മാത്യു 26:56. ശിഷ്യന്മാരെല്ലാവരും വിട്ട് ഓടിപ്പോയി. അതിന് 75 വായിച്ചേ. നീ സ്നേഹിച്ചവരെല്ലാം നിന്നെ വിട്ട് ഓടിപ്പോകുന്നു മാത്രമല്ല,
നിനക്ക് വിരോധമായി സംസാരിക്കും, നിന്നെ തള്ളിപ്പറയും, നീ അങ്ങനെ ഒരു കാര്യം നന്മ ചെയ്തിട്ടില്ലെന്ന് പറയും. ആമേൻ. നീ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇന്ന് പകൽ അറിയാതെ ദൈവത്തെ സ്തുതിക്കണം. കാരണം യോഹന്നാൻ 8:29 ഇങ്ങനെ വായിക്കുന്നു. വായിച്ച് ജോൺ 8:29. ദൈവത്തിന് സ്തോത്രം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് ഓടിച്ചത്. പക്ഷെ അപകടം കഴിഞ്ഞപ്പോൾ സ്തോത്രം, ആമേൻ ആമേൻ, രാജാവ് പറഞ്ഞ പോലെ ആമേൻ, 3 പേരല്ലേ തീയിലിട്ടത്, ഇത് 4മതൊരുവനെ ഞാൻ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപകടത്തിൽ ഞാൻ ഒറ്റയ്ക്കാ പെട്ടത്. പക്ഷേ ആമേൻ, അപകടം കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി, ആമേൻ, ഞാൻ ഒറ്റയ്ക്കല്ല വാഹനത്തിൽ പോയത്, അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം, ആരുമില്ലാത്തവർക്ക് എല്ലാമായ ദൈവം. ആമേൻ. നിനക്ക് വിരോധമായുള്ള നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലും തള്ളിപ്പറച്ചിലും വിട്ട് ഓടിപ്പോകലും നടക്കുമ്പോൾ ഓർത്തുകൊള്ളുക, സന്തോഷത്തിന് ദിനങ്ങൾ നിന്റെ മുമ്പിൽ വരുവാൻ പോകുന്നു. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം ലൂക്കോസ് 22:41-42. Luke chapter 22, 41, 42. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും നിന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം ഉറങ്ങി. യേശു ഒരു സ്വല്പ ദൂരത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണം, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒന്നാമത് നിന്നെ ഒറ്റപ്പെടുത്തുന്നത് നിനക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നിന്റെ വിടുതലിൻ്റെ സമയമായി. രണ്ടാമത്, നിന്റെ ആത്മമണ്ഡലത്തിൽ ചില തീരുമാനങ്ങൾ നിനക്ക് ഉണ്ടാകുന്നെങ്കിൽ നിന്റെ വിടുതലിന്റെ സമയമായി. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ തീരുമാനത്തിന് പ്രത്യേകത? നമ്മൾ എത്രയോ തീരുമാനം എടുത്തവരല്ലേ? എന്തൊക്കെ തീരുമാനം നമ്മൾ എടുത്തു. സ്തോത്രം. ആ തീരുമാനം ഒന്നും പ്രാവർത്തികമാക്കിയില്ല. സ്തോത്രം. ആ തീരുമാനം ഒന്നും പ്രാവർത്തികമാക്കിയില്ല. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ചില തീരുമാനം എടുക്കുവാൻ ദൈവം നിന്നെ പ്രേരിപ്പിച്ചു. ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടിനി ഇല്ല എന്ന് നീ തന്നെ നിനക്ക് ഉറപ്പ് കൊടുക്കുന്ന ചില തീരുമാനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു വിടുതലിന്റെ സമയമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തു വിഷയമുണ്ടെങ്കിലും ഞാൻ വെച്ച ചുവട് ഇനി പുറകോട്ടില്ല, മാറ്റമില്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. മാറിപ്പോകാത്ത ഒരു തീരുമാനം ഞാൻ എടുക്കുവാൻ പോകുന്നു. സ്തോത്രം. സ്തോത്രം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കളയും എന്ന് പറഞ്ഞ തീരുമാനം എടുത്തു. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ ഒരു ദിവസം 10 അധ്യായം വായിക്കും, നടന്നില്ല. സ്തോത്രം. ഞാൻ 20 മിനിറ്റ് പ്രാർത്ഥിക്കും, നടന്നില്ല. സ്തോത്രം. പല തീരുമാനം എടുത്തു. പക്ഷെ ഇപ്പോൾ തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിന് മാറ്റമില്ല. അങ്ങനെ ഒരു അനുഭവം നിന്റെ അകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് പ്രത്യേകതയുണ്ട്. തന്റെ മക്കൾ തന്നെ പോലെ ആയിരിക്കണം. താൻ യെസ് എന്ന് പറഞ്ഞാൽ യെസ് എന്നാ, നോ എന്ന് പറഞ്ഞാൽ നോ എന്ന. സ്തോത്രം. തന്റെ മക്കളും അങ്ങനെ ആയിരിക്കണം. ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കണം. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. സഭയിൽ വിശ്വാസത്തോടല്ല പറഞ്ഞത്, തന്നോട് തന്നെ പറയുക, ഞാൻ എന്നിലൊരു തീരുമാനം എടുക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കും, അത് ഞാൻ നടപ്പിലാക്കും. സ്തോത്രം. ബർന്നബാസ് പോയാലും ശീലാസ് പോയാലും
അന്ത്യത്തോളം ഞാനത് ചെയ്യും. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടന്നാലും പുഴവക്കത്തിരുന്നാലും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. തീരുമാനത്തിന് മാറ്റമില്ല. സ്ഥലത്തിനും സാഹചര്യത്തിനും മാറ്റമുണ്ട്, പക്ഷെ ദൈവത്തിലെ തീരുമാനത്തിന് മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാരാഗ്രഹത്തിൽ എങ്ങനെ ആരാധിക്കില്ല? അവിടെ ഇരുന്ന് ആരാധിച്ചു. പുഴവക്കത്തിരുന്ന് ആര് കേൾക്കാനാ? അവിടെ ഇരുന്ന് പ്രസംഗിച്ചു. അവിടെ എല്ലാം ആത്മാക്കൾ ജനിച്ചു പുറത്തു വന്നു. സ്തോത്രം. കാരണം തീരുമാനത്തിൽ അവൻ ഉറച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പിന്നെ പറയും റോമാലേഖനം 8-ാം അധ്യായം 38-39 ഇങ്ങനെ വായിക്കുന്നു. അത് വായിച്ചേ. റോമൻസ് 8:38-39. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ സ്നേഹത്തിൽ നിന്ന് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ എഴുതിയേക്കുന്നത്. എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ ഉറപ്പ് എനിക്കറിയണ്ട. ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ അപ്പസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വായിക്കുന്നില്ല ഭാഗം. എല്ലാവരും അവരുടെ വസ്തുക്കളെ കൊണ്ട് വിറ്റ് ഇവരുടെ കാൽക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് അവർക്ക് വേണ്ട പോലെ കൊടുക്കും. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പം അനന്യാസും സഫീറോട് പറഞ്ഞു, നമുക്കും വിൽക്കാം, എന്നിട്ട് കുറച്ചൊരു അംശം എടുത്ത് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടേക്കാന്ന് പറഞ്ഞു. സ്തോത്രം. അക്കൗണ്ടിൽ ഇട്ടതിന് ബാക്കി കൊണ്ട് അവിടെ ചെന്നപ്പം പരിശുദ്ധാത്മാവിൽ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യുന്നു? വ്യാജം കാണിക്കുന്നു. 10 അധ്യായം വായിക്കാതെ പറഞ്ഞിട്ട് 9 വായിക്കുന്നതും വായിക്കാതിരിക്കുന്നതും പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കുക. നീ ആരോട് തീരുമാനം എടുത്ത്? ദൈവത്തോടാ. ഞങ്ങൾ സുശീലവേലയ്ക്ക് പോകും, തീരുമാനം എടുത്തിട്ട് പോകാതിരുന്നാൽ നീ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കുക. സ്തോത്രം. നിന്റെ വസ്തുവും വകയും കാറ് വീടൊന്നും കർത്താവിന് വേണ്ട, നിന്നെയാണ് കർത്താവിന് ആവശ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വ്യാജം കാണിച്ചു, അവിടെ മരിച്ചു വീണു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എടുത്ത തീരുമാനത്തിൽ നിന്ന് അല്പം എടുത്ത് പോക്കറ്റ് വെച്ചു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് 3:8 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. നീ വലിയ ആത്മീയനൊന്നുമല്ല, നീ പ്രസംഗിക്കുന്നൊന്നുമല്ല, നീ വലിയ ഷോ ഒന്നുമില്ല ആത്മീയത്തിൽ, പക്ഷേ നീ പ്രാപിച്ച വചനത്തിൽ നീ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. സ്തോത്രം. ആമേൻ. ആമേൻ. നീ വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് വരുന്നില്ല, പക്ഷേ എനിക്കൊരു സാക്ഷ്യം പറയുവാനുണ്ട്. നീ പ്രാപിച്ച തീരുമാനത്തിൽ, എടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. സ്തോത്രം. അങ്ങോട്ട് കയറിയിട്ട് പിന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇപ്പം ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. സ്തോത്രം. ശീതോഷ്ണവാനായതുകൊണ്ട് ഞാൻ നിന്നെ പുറങ്കാലടിച്ച് വെളിയിൽ കളയെന്ന് പറഞ്ഞു. പറഞ്ഞ തീരുമാനവും ഇല്ല. ഉപവാസം വരുമ്പോ, കൺവെൻഷൻ വരുമ്പോ അങ്ങ് എന്തായി മാറും? ഉഷ്ണവാനായി മാറുമോ, ഞാൻ തകർക്കും, ഞാൻ ഈ ലേശം മുഴുവൻ പിടിക്കും, ഇതിലൂടെ എല്ലാം ട്രാക്ട് നടക്കും. ഭയങ്കര തീരുമാനം. ഉപവാസം കഴിഞ്ഞു, കൺവെൻഷനും കഴിഞ്ഞു, ശീതവാനായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന പോലെ കയറിയിരിക്കും. ഇനി എന്തിനു വേണം? എപ്പോഴാണ് ഉഷ്ണവാനാകേണ്ടത്? അടുത്ത ഉപവാസം, അടുത്ത കൺവെൻഷന് വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം. എന്തിനാണെന്നറിയോ? കൈവക്കാൻ. വേലയ്ക്ക് വന്ന് കൈവക്കിക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അകത്തൊരു തീരുമാനമുണ്ടോ? കർത്താവേ, ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ പ്രാപിക്കാതിരിക്കുന്നു, ഇനിയൊരു മാറ്റമില്ല. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ചുവടുവെക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ ബൈബിൾ വായിക്കും, ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ കർത്താവേ ഞാൻ തീർച്ചയായും ചെയ്യുമെന്ന് നിന്റെ അകത്തൊരു തീരുമാനം, പഴയ തീരുമാനം പോലല്ല. ആമേൻ. പുതിയ തീരുമാനം ഇപ്പോൾ അകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു, നീ വിടുതൽ കാണുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ലൂക്കോസ് അതിന്റെ 44-ാം വാക്യം വായിക്കും. 22:43 വാക്യം. ലൂക്കോസ് 22:43. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. മൂന്നാമത് ഒരു അടയാളം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്.
ഇപ്പോൾ നിനക്ക് പ്രശ്നം കണ്ടിട്ട് ഭയമില്ല. ഇപ്പോൾ നിന്റെ പ്രശ്നത്തെ നോക്കിയിട്ട് നിനക്ക് നിരാശയില്ല. ഇപ്പോൾ നിനക്കൊരു ഭയങ്കര ധൈര്യം. എന്താണ് ധൈര്യം? 100% ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് നിന്റെ അകത്തൊരു ധൈര്യം വ്യാപരിക്കുന്നെങ്കിൽ ഒരടയാളം, എന്തിൻ്റെ അടയാളം എന്നറിയാമോ? സ്വർഗം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയെന്നുള്ള അടയാളം. ആ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവൻ എന്തിനു വേണ്ടി വന്നു? അവനെ ബലപ്പെടുത്തേണ്ടതിന് വന്നു. സ്തോത്രം. നിന്റെ അകത്തൊരു വലിയ കോൺഫിഡൻസ് വ്യാപരിക്കുന്നെങ്കിൽ, നിന്റെ അകത്തൊരു വലിയ ധൈര്യം വ്യാപരിക്കുന്നെങ്കിൽ, ഇനി ആ പ്രശ്നം നോക്കി ഞാൻ കരയുകയില്ല, ഇനി ആ പ്രശ്നം നോക്കി നിലവിളിക്കുകയില്ല, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നുവെന്ന് കഷ്ടതയുടെ ആധിക്യത്തിൽ നിന്ന് വിളിച്ചു പറയുവാൻ ഇന്ന് പകൽക്കാലം നിനക്ക് കഴിയുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, സ്വർഗം ചലിച്ചു തുടങ്ങി. സ്തോത്രം. നിനക്ക് വേണ്ടി പിതാവ് ചലിച്ചു തുടങ്ങി. നിനക്ക് വേണ്ടി പിതാവ് പ്രവർത്തിച്ചു തുടങ്ങി. നിന്റെ ഫയല് കർത്താവ് എടുത്ത് അതിന്മേൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽക്കാലത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ചിതറി ഓടുന്നു. സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, തീ അവന് മുമ്പായി പോകുന്നു, സകല വൈരികളെയും അവൻ ദഹിപ്പിച്ച് കളയുന്നു. ആമേൻ. ആമേൻ. യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോയി ഇരുമ്പോടാമ്പലുകളെയും താമ്ര കഥകളെയും തകർക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളുക, അകത്ത് ധൈര്യം വന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താൽ വിടുതൽ പ്രാപിക്കുമെന്ന് തിരിച്ചറിയുന്ന സ്വർഗീയ പിതാവ് ആ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഭൂമിയിലിരിക്കുന്ന നിനക്ക് ഒരടയാളമാണത്. സ്വർഗം എനിക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. സ്തോത്രം. കാരണം നമ്മൾ ആദ്യം വായിച്ചു, ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. സ്തോത്രം. നിന്റെ ചോദ്യങ്ങളില്ലേ, എങ്ങനെ ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തും, എങ്ങനെ ഈ ഫയൽ നീങ്ങും, എങ്ങനെ ഈ വാതിൽ തുറക്കും, എങ്ങനെ ഇത് സംഭവിക്കും, മറിയോച്ച് ഇതെങ്ങനെ സംഭവിക്കും? സ്തോത്രം. ഉടനെ ഇത് കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ഒരു അനക്കവും നിനക്ക് കാണാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, സ്വർഗത്തിൽ അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഇതുവരെ ഭൂമിയിൽ നടക്കാത്തൊരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കും. സ്തോത്രം. ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, ആമേൻ. ധൈര്യത്തോടിരിക്കുന്ന ദൈവത്തിലെ, ഉറപ്പോടിരിക്കുന്ന ദൈവത്തിലെ, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ജ്ഞാനം കൊണ്ടല്ല, സ്വർഗീയ പിതാവ് പറഞ്ഞ കൃപയാൽ ഈ പകൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ നീ ജയം പ്രാപിക്കാൻ പോകുക. സ്തോത്രം. ഇത് ആരോടാ സംസാരിക്കുക അറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, പ്രശ്നങ്ങളിൽ ചിലർ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങളിൽ ചിലരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങളിൽ പ്രാർത്ഥനയുടെ ആധിക്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവം അമ്മയാക്ക് തിരിച്ചറിയുന്നു, ശത്രുവിന്റെ കെണിയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിന്നെ വീണ്ടെടുത്ത് എടുക്കുന്ന ദൈവം നിന്നെ വീണ്ടും കൃപയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുകയാ. സ്തോത്രം. വെയിറ്റ് ചെയ്യേ, വെയിറ്റ് ചെയ്യേ. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ടവനായി അനേകർക്ക് പണം കൊടുക്കുവാൻ 5 പേരോളം എന്നോട് പണം ചോദിക്കാൻ ഇടയിലേക്ക് വരും. സ്തോത്രം. 5 ഫിൽസ് എൻ്റെ കയ്യിൽ എടുക്കുവാനില്ല. ആൾക്കാരോട് കടം പറഞ്ഞ് മടുത്തു. ആർക്കും എന്നെ അവിശ്വാസമില്ല, തരുമെന്നറിയാം, പക്ഷേ എൻ്റെ പണമില്ല, അതെങ്ങനെ ചെയ്യും? ഒടുവിൽ ഞാൻ തീരുമാനമെടുത്തു, ഇന്ന് ഞങ്ങളുടെ അവസാന ദിവസം. ഹല്ലേലൂയ. ആരെടുത്ത തീരുമാനം? ഞാൻ എടുത്തു. 3.5 വയസ്സുള്ള എൻ്റെ മകൻ കിടക്കയിൽ കിടക്കുന്നു. രാവിലെ 6:45 മണിക്ക് ജോലിയില്ലാതെ ഞാനും ആ കിടക്കയിൽ കിടക്കുന്നു. എൻ്റെ ഭാര്യ സഹോദരി ഞാൻ ഉണർന്നത് കണ്ട് ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ നിൽക്കുന്നു. ഞാൻ തീരുമാനമെടുത്തു, കടം വാങ്ങിയെങ്കിലും ഇന്ന് വിഷം വാങ്ങി, ഐസ്ക്രീം വാങ്ങി എൻ്റെ ഭാര്യയും കുഞ്ഞും അറിയരുത്, ഞങ്ങൾ ഒരുമിച്ച് ഈ ദിവസം ഈ ലോകത്തോട് വിട പറയണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷം, മരണത്തിന്റെ ശക്തി എൻ്റെ മേൽ ശക്തിയോടെ കടന്നു വന്നെന്നെ ആക്രമിച്ച ദിവസം, അന്ന് എൻ്റെ അവസാനം കുറിക്കുമായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ എന്നെ കാണുവാൻ കഴിയുകയില്ലായിരുന്നു. ഈ ശരീരം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ സാധ്യമല്ലായിരുന്നു. സ്തോത്രം. എല്ലാം അവസാനിച്ചെന്ന് ഞാൻ ചിന്തിച്ച സമയത്ത്, ഇനി ആരോടും കടം പറയുവാൻ, അവധി പറയാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഏത് മനുഷ്യൻ തോന്നുന്ന ആ തീരുമാനം എൻ്റെ ജീവിതത്തിലും കടന്നു വന്നപ്പോൾ പിതാവിനൊരു കാര്യം മനസ്സിലായി, ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചില്ല എങ്കിൽ സ്തോത്രം ഇത് നഷ്ടപ്പെട്ടു പോകും. ആ കിടക്കയിൽ കിടന്ന്
വളരെയധികം ടെൻഷനോടുകൂടെ തീരുമാനമെടുത്ത് എങ്ങനെ മരിക്കും എന്നുള്ള ഭാരത്തോടെ കിടക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്തോത്രം. ആമേൻ. വെയിറ്റ് ചെയ്യേ. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? നാളെ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടി? നാളെ നീ നിന്റെ കുടുംബവും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്. സ്തോത്രം. ആമേൻ. എൻ്റെ ആദ്യവും അന്ത്യവും കുറിച്ചിരിക്കുന്ന പിതാവിന്റെ കരങ്ങളില. അതിന് മുൻപും പിൻപും എന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. മടങ്ങിവാ പ്രാർത്ഥനയിലേക്ക്, മടങ്ങിവാ വിശ്വാസത്തിലേക്ക്, മടങ്ങിവാ ആശ്രയത്തിലേക്ക്. അവൻ നീ വിളിച്ചപേക്ഷ നാളിൽ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ വ്യവഹാരം നടത്തി ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ പോകുക. നീ ആ പഴയ സന്തോഷത്തിലേക്ക് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരാൻ പോകുക. കർത്താവിൽ വിശ്വസിക്ക്, കർത്താവിൽ ആശ്രയിക്ക്. എന്താണ്? എല്ലാവരും നിന്നിട്ട് ഓടിപ്പോകട്ടെ, നിന്റെ അകത്ത് എടുക്ക തീരുമാനത്തിൽ മാറ്റമില്ലാതിരിക്കട്ടെ. അകത്തൊരു വലിയ ധൈര്യം വ്യാപരിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.